എല്ലാ പ്രാവശ്യം പെരുമ്പാവൂർ വരുമ്പോൾ അമ്മച്ചി ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തന്നു വിടും. അപ്പം ഒരു പ്രാവശ്യം എവിടെയോ പോയ വഴിക്ക് വാഴക്കുളത്ത് ചന്തയിൽ നിന്ന് ഞാൻ പൈനാപ്പിൾ മേടിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അമ്മാവനും ആൻറ്റിയും കണ്ടപ്പോൾ ഭയങ്കര പരാതിയായിരുന്നു, അവിടം വരെ വന്നിട്ടൊന്നും വന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ ചോറ്റാനിക്കരയിൽ പോയി വന്ന വഴി എന്ത് ചെയ്ത് നേരെ വാഴക്കുളത്ത് അമ്മാവൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ കയറി. ഞങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മാവൻ എന്ത് ചെയ്തെന്നറിയാമോ? അമ്മാവൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ചക്കയൊക്കെ ഇട്ടുണ്ടോ എന്നിട്ടാ ഒരു 3-4-5 ചക്ക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. ഈ ഓട്ടോ ആണ് അമ്മാവൻ ഓടിക്കണത്. അങ്ങനെ ദേ എല്ലാവരും ചക്കയൊക്കെ ഓട്ടോറിക്ഷയിൽ നിന്ന് നേരെ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റണേട്ടാ. എൻ്റെ ഇതെവിടെ നിന്ന് കിട്ടി? ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് അപ്പുറത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് അവരിടുന്നില്ലേ? എല്ലാം പഴുത്തി വരെ പോവാണ്. തേങ്ങ ഇടുന്നേട്ടാ. ചക്ക മാത്രമല്ല കേട്ടാ, പൈനാപ്പിൾ തോട്ടത്തിൽ നിന്ന് പോയിട്ട് അമ്മാവൻ എന്ത് ചെയ്തു 5-6 6 അല്ല 5-8 10 ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. 2-3 കിറ്റ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്ന്. അങ്ങനെ എല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു ഓട്ടോറിക്ഷയിൽ നിന്ന് നേരെ വണ്ടിയിലോട്ട് ആക്കടയാണ്. എനിക്കാണെങ്കിൽ നാടൻ സാധനങ്ങളോട്ട് വല്ലാത്ത ഭ്രമണം. ഈ കട വന്നേ പിന്നെ എല്ലാവർക്കും നാടൻ രീതിയിലുള്ള കറികളൊക്കെ വെച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടിട്ട് ഞാൻ നാടൻ സാധനങ്ങൾ എവിടെ കിട്ടിയാലും ഞാൻ കൊണ്ടുവരും. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോഴൊക്കെ വഴിയരിയിലൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്ര പൈസയാണെങ്കിലും ഞാൻ വാങ്ങിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തൊരു നാടൻ കടയുണ്ട്, അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കും. അപ്പോൾ അതേ അമ്മാവൻ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കപ്പങ്ങയൊക്കെ തോണ്ടിയിടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ മൊത്തത്തിൽ നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. മുരിങ്ങയില ഉണ്ടായിരുന്നു, ചീര, അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ഇവിടെ നിന്ന് വലിച്ചു പറിച്ച് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മുരിങ്ങയില ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ അയക്കുമെന്ന് പറഞ്ഞ് ആണോ? ഇപ്പം എല്ലാം കൂടി ഞാൻ ഇന്ന് കറുപ്പ് നല്ലതാണ്. ഏതെങ്കിലൊക്കെ മതി. ഞങ്ങൾ കപ്പയിട്ടാ വെക്കണം. നല്ലതാ കപ്പയിട്ടിട്ട്. അത് ചൊറിയായിരുന്നോ? ചില ചേമ്പുന്നാൾ ചൊറിച്ചിലുണ്ട്, പക്ഷേ ഇത് ചൊറിച്ചിലുണ്ട്. ആൻറ്റിയൊക്കെ വെച്ചിട്ട് ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ആൻറ്റി പറഞ്ഞതേ ബീഫ് കറിയിലും ചിക്കൻ കറിയിലൊക്കെ ഇടാൻ പറ്റിയ രമ്പയിൽ ഇടയിൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ സർവ്വസുഗന്ധിയില കിട്ടണമെങ്കിലൊക്കെ ഇടാറുണ്ട്, രമ്പയിൽ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അതും കുറേ വെട്ടിക്കണ്ടിച്ചൊക്കെ ആൻറ്റി തന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ ചേട്ടാ ഇത് മറ്റേ കാന്താരിമുളക് ഉണ്ട്, അതൊക്കെ കുറേ പറിച്ചെടുക്കണുണ്ട്. എന്നോട് പറഞ്ഞു കപ്പയൊക്കെ ഇട്ട് ഉടച്ച് നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതും കുറേ എടുത്ത്. അപ്പം നോക്കുമ്പോഴേ ഇതേ ആൻറ്റിയുടെ അമ്മേൻ്റെ ഇത് ചക്ക എടുത്തിട്ട് ആളില്ല, കോടാലിക്ക് വെട്ടണേണ്ട. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്ത് എളുപ്പത്തിനാണ് നീ ഈ അമ്മ ഇങ്ങനെയൊക്കെ വെട്ടിയെടുക്കണത്. എല്ലാം പടപടയെന്നാണ് ചെയ്യണത്. ഇവിടെ പിന്നെ റംബൂട്ടാനാണ് കേട്ടോ, അതൊന്നും പഴുത്തിട്ടില്ല. കാന്താരിയാ എന്ത് മുറിയ രമ്പയില അത് മതിയെന്ന് തോന്നുന്നുണ്ട്. ഇനിയുണ്ടോ വേറെ? കൊറേ വേണ്ട. എന്നാ മുരിങ്ങല ഇപ്പൊ കൂട്ടാൻ പറ്റുമോ? മുരിങ്ങല ആണോ? അന്ന് എടുത്തോ, എല്ലാം എടുത്തോ ഞാൻ കൊണ്ടുപോയി. പിന്നെ ആൻറ്റി മുരിങ്ങയിലയും പിന്നെ ചീരയൊക്കെ പറിച്ചു തന്നിട്ടാ. ഞാനപ്പോൾ കടയിൽ കൊണ്ടുവന്നിട്ട് മുരിങ്ങയിലയും ചീരയും പരിപ്പും കൂടെ ഒന്നിച്ച് തേങ്ങരച്ച് അങ്ങോട്ട് വെച്ചിട്ടാണ് കൊടുത്തത് കഴിഞ്ഞ ദിവസം. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എത്ര പ്രാവശ്യം മേടിച്ച് കഴിച്ചെന്നറിയാം എല്ലാവരും. അപ്പം ഇങ്ങനെയൊക്കെ പറയണുണ്ടല്ലോ, ഈ ചേമ്പും താളും ഈ കപ്പയിട്ട് വെക്കണത് കാണിക്കണ്ടേ. അപ്പം ആദ്യം തന്നെ കപ്പ മേടിച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് വെറുതെ തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത്. ഈ ചേമ്പനാളിട്ട് കപ്പ വെക്കൂലേ, അപ്പോൾ നല്ല കപ്പയായിരിക്കണം കേട്ടോ കിട്ടേണ്ടത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ കപ്പില്ലേ, ഈ സിക്കന്ദറിനോട് എപ്പോൾ നോക്കിയാലും പറയും ഞാൻ, എടോ നല്ല കപ്പ വെക്കണം കേട്ടോ, നല്ല എവിടെ അയാൾ നല്ല എന്നൊക്കെ പറയും. എന്നോട് പറയേ വേറെ ആൾക്കാർ പറഞ്ഞില്ല നിങ്ങൾ മാത്രമല്ല വേഗാത്തതെന്ന് പറയണേന്ന്. എവിടെ നമുക്ക് വേഗാത്ത കപ്പേട്ടോ കിട്ടി, എന്ത് ചെയ്യാനായിട്ടാണ്. ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ രണ്ടാമത് മേടിച്ച് പുഴുങ്ങാനോ ഒന്നും പറ്റൂലല്ലോ. പിന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത്. അപ്പം ഈ ഇതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? തേങ്ങയും ജീരകവും വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് അരച്ചെടുത്തത്. പിന്നെ ചേമ്പിൻ്റെ താള്,
കുറച്ച് കഷ്ണിച്ചട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇല 2-3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലതാണെന്ന് പറഞ്ഞു, ചൊറിച്ചിലൊന്നും ഇല്ലാന്ന്. പിന്നെ അതും അരിഞ്ഞിടാന്ന് ഓർത്ത് അങ്ങനെ ചേമ്പന്താളിലേക്ക് അതും അരിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്തിട്ടിട്ടുണ്ട്. വെന്തെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്നും വെന്തൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് വേകാത്ത കപ്പയാണ് കിട്ടിയതിന്. കയ്യിലും കുറച്ചൊക്കെ ഞാനൊന്ന് ഉടച്ചും പിടിച്ചൊക്കെ എടുത്ത്. പിന്നെ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഈ ഒരു സംഭവമില്ലേ, എന്താണ് താളും ഇലയും, അതങ്ങ് ഇട്ട് കൊടുത്ത്. ഇപ്പം ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇതിക്ക് മുമ്പും ഉഷച്ചേച്ചിയുടെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ചേമ്പും താളും ഇതേപോലെ സംഭവമൊക്കെ തന്നിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടിരുന്നു. പക്ഷേ ഇതങ്ങനെ കിട്ടിയില്ല, എന്ത് ചെയ്യാനായിട്ടാ. പിന്നെ അരച്ച് വെച്ചേക്കണ ഈ ഒരു മിക്സില്ലേ, തേമ എന്തൊക്കെയാണ് ഈ പറയണ, തേങ്ങാ മിക്സ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ ചേമ്പന്താളിൻ്റെ ഇലയൊന്നും ഇടൂലായിരുന്നു കേട്ടോ. പിന്നെ ഉഷച്ചേച്ചിയാണ് തന്നപ്പോൾ എന്നോട് പറഞ്ഞത്, സബീന ഇങ്ങനെ ചേമ്പന്താളിൻ്റെ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ചൊറിച്ചിലൊന്നും ഇല്ലയെന്ന്. എന്നാൽ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോഴും അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇട്ട് കൊടുത്തത്. ടേസ്റ്റ് നോക്കിയപ്പോഴേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് താളിപ്പും കൂടി അങ്ങോട്ട് നടത്തിയാലോ എന്ന് വിചാരിച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ട് എടുത്ത് അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ഇച്ചിരിക്കോളം മുളക് പൊടി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് നമ്മളിത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ചേമ്പന്താളും മുരിങ്ങനൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് പണ്ടത്തെ കാരണന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയണ്. ആ പാത പിന്തുടരാണ്ടിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പം കർക്കിടകത്തിലൊന്നും ഉണ്ടാക്കി കഴിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്തായാലും 17-ാം തീയതി വരെ ഉണ്ടല്ലോ കർക്കിടകത്തിന് സമയം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക്